എല്ലാവർക്കും ഉഷസ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വെള്ളം കുടിക്കണമെന്ന് തോന്നി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഡൈനിങ് ഹാളിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞങ്ങോട്ട് പോകുന്നത് കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പേടിച്ചു പോയി. അത് പാമ്പാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ വയ്യാതെ നിൽക്കുമായിരുന്നു. പിന്നെ രാത്രിയാകുമ്പം മറ്റേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളവരൊക്കെ ഉറക്കമായിരിക്കുമല്ലോ. നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് വിചാരിച്ചു ആ മുറിക്കുള്ളിലേക്ക് കയറുമോ എന്നുള്ളൊരു പേടി കാരണം ഞങ്ങൾ പേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പാമ്പ് പിടുത്തക്കാരുടെ നമ്പർ നമ്മൾ ആലോചിച്ചത്. അപ്പോൾ പിന്നെ പുള്ളിയെ അപ്പോഴും തന്നെ വിളിച്ചു. പുള്ളി അന്നേരം പറഞ്ഞു അരമണിക്കൂറിനകത്ത് വെച്ച് വരാം. അതാണ് നമുക്ക് സമാധാനമായത്. അരമണിക്കൂറത്ത് വെച്ച് തന്നെ പുള്ളി വരികയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സീൻ നമുക്ക് കാണാം. പുള്ളി വന്നു. അതിനുശേഷം നമുക്കത് കാണാം. വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അങ്ങനെ പുള്ളിയുടെ കുറേയേറെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ വാലിലോട്ടിങ്ങനെ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിനെ ലാസ്റ്റ് ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള ശ്രമം സക്സസ് ആയെന്ന് തോന്നുന്നു. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് പാമ്പിൻ്റെ കുഞ്ഞാണ് കേട്ടോ. നമ്മൾ പേടിച്ച അത്രയും വലിയൊരു സാധനമൊന്നുമല്ല, ചെറിയൊരു സാധനമാണ്, വലിയ വിഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വീടിനുള്ളിലുമൊക്കെ ഇത് കയറാനായിട്ടുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര തണുപ്പ് സമയമല്ലേ, ചെടിച്ചട്ടിക്കുള്ളിലൊക്കെ കയറിയിരിക്കാനുള്ള ടൈം അതിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പ് വരുത്തുക. ഇതാണ് സാധനം. അപ്പോൾ പുള്ളിയുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാതെ ശ്രദ്ധിക്കുക, അലേർട്ടായിരിക്കുക. ഇതാണ് കുഞ്ഞാണ്, പാമ്പിൻ്റെ ചുരുട്ടയാണത്.